Hi dear students, today we have the topic UN speech. It's a speech by Malala Yousafzai. Let's have the introduction about this speech. First, let's look at the profile of author. About the author, really it is not about a writing, but it's about a speech. However, it is given here as author. Malala Yousafzai is a Pakistani education advocate who at the age of 17 became the youngest person to win the Nobel Prize for Peace after surviving an assassination attempt. Here it is given that Malala Yousafzai is a very familiar person and she is very famous and noted speaker, writer, and she is a Pakistani education advocate. Advocate means she is not a lawyer, but here she is she is just standing for the education to the Pakistani girls who at the age of 17 became the youngest person to win the Nobel Prize. She is the youngest person to win the Nobel Prize for Peace, Nobel Prize for Peace after surviving an assassination attempt. Assassination means attempt of killing. Then she was just shot by some what we call terrorist. However, she just survived that attempt here. So Malala Yousafzaiയെ കുറിച്ചുള്ള ചെറിയ ഒരു വിവരണമാണ് നമ്മൾ നൽകുന്നത്. ഇവിടെ അവരുടെ 17ാമത്തെ വയസ്സിൽ നോബൽ പ്രൈസ് നേടിയ യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് മലാല. അവരുടെ പിന്നെ മറ്റൊരു കാര്യം, സമാധാന നോബൽ നേടിയതിനപ്പുറം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വന്നത് അവരുടെ നേരെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് നടന്നിരുന്നു, ഒരു കൊലപാതക ശ്രമം നടന്നിരുന്നു. അതിനെ അവർ അതിജീവിച്ചു എന്നുള്ള. ബോൺ ഓൺ July 12, 1997 ഇൻ മിൽഘോറ, സ്വാറ്റ് വാലിയിലെ മിൽഘോറയിലാണ് അവരുടെ ജനിക്കുന്നത്. 97-ലാണ്. ദ പോപ്പുലർ ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ പാകിസ്ഥാൻ. അത് പാകിസ്ഥാനിൽ അറിയപ്പെടുന്ന ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് മിൽഘോറ. Malala attended the school founded by her father Ziauddin Yousafzai. തൻ്റെ ഫാദറായിട്ടുള്ള സിയാവുദ്ദീൻ സ്ഥാപിച്ച സ്കൂളിലാണ് മലാല വിദ്യാഭ്യാസം നേടിയത്. 2009 ഷീ സ്റ്റാർട്ടഡ് ബ്ലോഗിംഗ് ഫോർ ദ BBC about living under the threats from the Taliban and used the name Gul Makai to hide her identity. നോക്കൂ നിങ്ങൾ, അവർ സ്വന്തം ഐഡൻറ്റിറ്റിയെ മറച്ചു വെച്ചുകൊണ്ട്, താലിബാനെ പേടിച്ചുകൊണ്ട്, താലിബാൻ്റെ വിഷയങ്ങളൊക്കെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ. BBC ബ്ലോഗ് ചെയ്തിരുന്നു ആര് എന്നുള്ളതാണ് പറഞ്ഞത് മലാല. ഏത് പേരിലായിരുന്നു? ഗുൽ മക്ക. എന്താ പേരിന്? ഗുൽ മക്ക. ഇത് ശ്രദ്ധിച്ചു വെക്കുക, ഈ നെയിം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങളുടെ പുസ്തകത്തിൽ. ഇത് ഒരുപക്ഷെ വൺ വേർഡൊക്കെ ആയിട്ട് ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്ത് പേരിലായിരുന്നു, ഏത് പെൻ നെയിമിലായിരുന്നു അവർ ബ്ലോഗ് ചെയ്തിരുന്നതെന്നുള്ളതാണ്. ഷീ വാസ് നോമിനേറ്റഡ് ഫോർ ദ ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസ് ബൈ Desmond Tutu and was awarded Pakistan's National Youth Peace Prize in year 2011. ഈ 2011 അത് അവർ നേടിയ എന്താണ്, പാകിസ്ഥാൻ്റെ നാഷണൽ യൂത്ത് പീസ് പ്രൈസ്. എന്താണ്? നാഷണൽ യൂത്ത് പീസ് പ്രൈസ് എന്ന പേരിലുള്ള അവാർഡ് അവർ നേടി. ഡെസ്മണ്ട് ടുട്ടു ആരാണ്? ചിൽഡ്രൻസ് പീസ് പ്രൈസ് ബൈ ഡെസ്മണ്ട് ടുട്ടു. ഷി വാസ് നോമിനേറ്റഡ്, അവൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെയോ, Yousafzai became an advocate for girls' education even as a child and this resulted in issuing a death threat against her by the Taliban. അപ്പോൾ അവരുടെ താലിബാൻ്റെ ഒരു നിയമപ്രകാരം കുട്ടികൾ ഈ സ്ത്രീ വിദ്യാഭ്യാസത്തെ അവർ പ്രോത്സാഹിപ്പിക്കുന്ന ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ പോകുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പക്ഷേ ഇവർ ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലകൊണ്ട സമയത്ത് താലിബാനിൽ നിന്നും എന്ത് നേരിട്ടു എന്നുള്ളതാണ്, ഭീഷണി നേരിട്ടു അവരെന്നാണ് പറയുന്നത്. 2012 മലാല ആൻഡ് 2 other girls were shot by a Taliban gunman. അവരെ ഒരു ഗൺമാൻ വന്നിട്ട് വെടിവെച്ചു എന്നാണ് പറഞ്ഞത്. മലാലയെ മാത്രമല്ല മറ്റു 2 പെൺകുട്ടികൾ അതിലുണ്ടായിരുന്നു. ഓൺ ദർ വേ ബാക്ക് ഹോം ഫ്രം സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഈ ഭീഷണി, ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, ഈ അറ്റാക്ക് ഉണ്ടായത്. ദ അറ്റാക്ക് ഓൺ ഹർ വാസ് യൂണിവേഴ്സലി condemned by political leaders, artists and liberals across the globe. ലോകത്താകമാനമുള്ള ലിബറൽ ചിന്താഗതിയുള്ള ആളുകൾ, അതുപോലെ ആർട്ടിസ്റ്റുകൾ ഒക്കെ ഇവരുടെ അക്രമത്തിനെതിരെ നിലകൊണ്ടുവന്നുള്ള ലോക രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ
ഈ അക്രമത്തിനെതിരെ നിലകൊണ്ടു. ഷീ സർവൈവ്ഡ് ആൻഡ് കണ്ടിന്യൂഡ് ടു സ്പീക്ക് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. അവൾ അതിനെ അതിജീവിച്ചു എന്ന് മാത്രമല്ല, വീണ്ടും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ അവർ നിലകൊണ്ടു എന്നുള്ളതാണ്. ഇൻ 2013 ഷീ ഗേവ് എ സ്പീച്ച് ടു ദ യുണൈറ്റഡ് നേഷൻസ് ആൻഡ് പബ്ലിഷ്ഡ് ഹർ ഫസ്റ്റ് ബുക്ക് ഐ ആം മലാല, ദ ഗേൾ ഹൂ സ്റ്റുഡ് അപ്പ് ഫോർ എഡ്യൂക്കേഷൻ വാസ് ഷോട്ട് ബൈ ദ താലിബാൻ. 2013 അവളൊരു സ്പീച്ച് നടത്തി, ഒരു പ്രസംഗം നടത്തി. യുണൈറ്റഡ് നേഷനിൽ UN പോയിട്ട് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം പിന്നീട് ഫസ്റ്റ് ബുക്കായിട്ട് പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൻ്റെ പേരെന്തായിരുന്നു? ഐ ആം മലാല. അതുമാത്രമല്ല, ആ പുസ്തകത്തിൻ്റെ പേര് മുഴുവനായിട്ടുള്ള പേര് ഇതാണ്, ഐ ആം മലാല ദ ഗേൾ ഹൂ സ്റ്റുഡ് അപ്പ് ഫോർ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലകൊണ്ട പെൺകുട്ടി. ആൻഡ് വാസ് ഷോട്ട് ബൈ ദ താലിബാൻ. അതിനാൽ തന്നെ താലിബാൻ്റെ ആളുകളാൽ വെടിവെക്കപ്പെട്ട പെൺകുട്ടി. അപ്പോൾ താലിബാൻ വെടിവെച്ച, വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ താലിബാൻ വെടിവെച്ച പെൺകുട്ടി എന്ന പേരിലാണ് ഐ ആം മലാല ദ ഗേൾ ഹൂ സ്റ്റുഡ് അപ്പ് ഫോർ എഡ്യൂക്കേഷൻ വാസ് ഷോട്ട് ബൈ ദ താലിബാൻ എന്ന പുസ്തകം പുറത്തിറങ്ങിയത്. ദ സെയിം ഇയർ ഷി വാസ് അവാർഡഡ് ദ സഖാറോവ് പ്രൈസ് ഫോർ ഫ്രീഡം. അപ്പോൾ സഖാറോവ് പ്രൈസ് ഫോർ ഫ്രീഡം ഓഫ് തോട്ട് ബൈ യൂറോപ്യൻ പാർലമെൻറ്റ്. യൂറോപ്യൻ പാർലമെൻറ്റ് അവർക്ക് നൽകിയ പ്രൈസിൻ്റെ പേരാണ് സഖാറോവ് പ്രൈസ് ഫോർ ഫ്രീഡം. 2014 ഷി വൺ ദ നോബൽ പ്രൈസ് along with Indian children's rights activist Kailash Satyarthi. 2014 അവൾക്ക് എന്ത് കിട്ടുന്നത്? നോബൽ പ്രൈസ് കിട്ടുന്നത്. നോബൽ പ്രൈസ് ആരുടെ കൂടെ അവൾ പങ്കുവെച്ചു? അവൾ മാത്രമല്ല അന്ന് സ്വീകരിച്ച്, ഇന്ത്യക്കാരനായിട്ടുള്ള ആൾക്കും കൂടി അന്ന് നോബൽ പ്രൈസ് കിട്ടിയെന്നുള്ളതാണ്. ആ നോബൽ പ്രൈസ് കിട്ടിയ ഇന്ത്യക്കാരൻ്റെ പേരെന്തായിരുന്നു? കൈലാഷ് സത്യാർത്ഥി. കൈലാഷ് സത്യാർത്ഥി കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഇന്ത്യൻ പിന്നെ ആക്ടിവിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിനും കിട്ടി എന്ത് എന്നുള്ളത്, ഈ ഒരു അവാർഡ് കിട്ടി. രണ്ടുപേരും ഒരുമിച്ചാണ് അന്ന് ആ വർഷം അവാർഡ് പങ്കുവെച്ചത്. They shared the award each other together in 2014. Former UN Secretary General Ban Ki-moon has described Malala as a brave, gentle advocate of peace who, through the simple act of going to school, became a global teacher. നോക്കൂ, ജനറൽ ബാൻ കി മൂൺ അവരെ കുറിച്ച് പറഞ്ഞത്, മലാലയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ബ്രേവ്, ജെന്റിൽ അഡ്വക്കേറ്റ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ വക്താവ് അല്ലേ? സമാധാനത്തിൻ്റെ അഡ്വക്കേറ്റ് ഉദ്ദേശിക്കുന്ന ഇവിടെ വക്കീൽ എന്ന അർത്ഥത്തിലല്ല, നേരത്തെ പറഞ്ഞ പോലെ സമാധാനത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തി എന്ന രീതിയിലാണ്. ബ്രേവ്, ജെന്റിൽ അഡ്വക്കേറ്റ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ വക്താവായി, സമാധാനത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തിയായിട്ട് അവളെന്ത് ചെയ്ത കാര്യം? വേറൊന്നും അവൾ ചെയ്തിട്ടില്ല. എന്താ അവൾ ചെയ്തത്? ഹൂ ത്രൂ ദ സിമ്പിൾ ആക്ട് ഓഫ് ഗോയിങ് ടു സ്കൂൾ, സമാധാനത്തിന് വേണ്ടി നിലകൊള്ളാൻ വേണ്ടി അവർ ചെയ്ത ഒരേ കാര്യം, അവർ സ്കൂളിലേക്ക് പോയി എന്ന് മാത്രമാണ്. ബിക്കെയിം എ ഗ്ലോബൽ ടീച്ചർ. ആ സ്കൂളിലേക്ക് പോകുന്നതോടുകൂടി ലോകത്തെ മൊത്തം പഠിപ്പിക്കാനുള്ളൊരു ടീച്ചറായിട്ട്, അധ്യാപികയായിട്ട് അവൾ മാറി എന്നുള്ളതാണ്. ഹി നെയ്മഡ് മീ മലാല. ആൻ ഓസ്കാർ ഷോർട്ട് ലിസ്റ്റ് ഡോക്യുമെൻ്ററി വാസ് മെയ്ഡ് ഓൺ ഹർ ലൈഫ് ബൈ ഡേവിസ് ഗൺകെയിൻ ഇൻ 2015. അപ്പോൾ ഗൺകെയിൻ്റെ 2015 പുറത്തിറങ്ങിയ ഈ ഡോക്യുമെൻ്ററി ഉണ്ട്. എന്താണ് ഡോക്യുമെൻ്ററിയുടെ പേര്? ഹി നെയ്മഡ് മീ മലാല. അവൻ എന്നെ മലാല എന്ന് വിളിച്ചു എന്നാണ് പേര്. ഡോക്യുമെൻ്ററി പ്രത്യേകത എന്താണ്? അത് ഓസ്കാറിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഡോക്യുമെൻ്ററി ആയിരുന്നു. ഇൻ ഏപ്രിൽ 2017 ഷി വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ UN മെസ്സഞ്ചർ ഓഫ് പീസ് ആൻഡ് ഓൾസോ റിസീവ്ഡ് ദ ഓണററി കനേഡിയൻ സിറ്റിസൺഷിപ്പ്. അവൾ 2017 UN മെസ്സഞ്ചർ ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ദൂതയായിട്ട് ഒരാളായിട്ട് ഇവരെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ളത്, അപ്പോയിൻമെൻറ്റ് നടത്തിയെന്നാണ് 2017. പിന്നെ ഓണററി കനഡിയൻ സിറ്റിസൺഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞാൽ കാനഡ ഗവൺമെൻറ് അവർക്ക് എന്ത് ചെയ്തു? ഒരു സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ പൗരത്വം നൽകി. എങ്ങനെ പൗരത്വം നൽകിയത്? ഓണററിയാണ്. ഓണററി എന്ന് പറഞ്ഞാൽ എന്താണ്? അവരങ്ങോട്ട് ബഹുമാന സൂചകമായിട്ട് നൽകുന്ന സിറ്റിസൺഷിപ്പാണ്. സാധാരണഗതിയിൽ നമ്മൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് എന്ത് കിട്ടാറുള്ളത്? അവിടുത്തെ പൗരത്വം എടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങോട്ട് പോകാതെ തന്നെ കാനഡ ഗവൺമെൻറ് അവിടുത്തെ ഒരു പൗരയായിട്ട് ആരംഗീകരിച്ചു? മലാലയെ അംഗീകരിച്ചു. ഷി ഷുഡ് ഫോർ എംപവർമെൻറ്റ് വിത്ത് എ വെപ്പൺ ഓഫ് നോളജ് ആൻഡ് ഷീൽഡിങ് ഓൺ സെൽഫ് വിത്ത് യൂണിറ്റി ആൻഡ് ടുഗദർനെസ്. ഷീ സ്റ്റുഡ് ഫോർ എംപവർമെൻറ്റ് വിത്ത് എ വെപ്പൺ, ശാക്തീകരണത്തിന് വേണ്ടി നിലകൊണ്ട ആളാണ്. അല്ല, വിത്ത് എ വെപ്പൺ ഓഫ് നോളജ്. എന്താണ് അവർ ആയുധമാക്കിയത്? നോളജ്, വിജ്ഞാനത്തെ ആയുധമാക്കിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ്. ആൻഡ് ഷീൽഡിങ് ഓൺ സെൽഫ് വിത്ത് യൂണിറ്റി, എന്നിട്ട് അത് പരിചയാക്കി മാറ്റി. എന്തിനു വേണ്ടി? വിത്ത് യൂണിറ്റി ആൻഡ് ടുഗദർനെസ്, ആ ഒരുമിച്ച് കൂടലിനെയും ഐക്യത്തിനു വേണ്ടിയൊക്കെ ആ നോളജിനെ പരിചയമാക്കി മാറ്റുകയും അതൊരു ആയുധമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അറ്റ് പ്രസൻറ്റ് ഷീ ലിവ്സ് ഇൻ ഇംഗ്ലണ്ട് പർസ്യൂയിങ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം ഓക്സ്ഫോർഡ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. ഇപ്പോൾ അവരെവിടെ ജീവിക്കുന്നത്? ഇംഗ്ലണ്ടിലാണ്. അവൾ ഇപ്പോൾ എന്ത് നേടിയിട്ടുണ്ട് ഈ കുട്ടി? അവിടെ ഡിഗ്രി നേടി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്സിലും എക്കണോമിക്സിലൊക്കെ ഡിഗ്രി നേടിക്കൊണ്ട്
ഇന്നവർ കഴിയുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണെന്നാണ് പറയപ്പെടുന്നത്. സോ ഇവിടെ നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. Much of the world's population, especially in poor countries, is made up of children and young people, and throughout the world, fundamentalists resist education that is scientific, secular, and freeing people from the rigid clutches of religion. Taliban, who refer to themselves as the Islamic Emirates of Afghanistan, are a Sunni Islamic fundamentalist political movement in Afghanistan currently waging war within that country. Much of the world's population, ലോകത്തിൻ്റെ അധിക പോപ്പുലേഷനും ഒരു മെജോറിറ്റി വരുന്ന ജനസംഖ്യയും, എസ്പെഷ്യലി ഇൻ പുവർ കൺട്രീസ്, പ്രത്യേകിച്ച് പാവപ്പെട്ട രാജ്യങ്ങളിലെ ഈ ജനസംഖ്യ, ഈസ് മേഡ് അപ്പ് ഓഫ് ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ. ഇവിടെ നോക്കൂ നിങ്ങൾ, ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ കാണുന്ന ഈ ജനസംഖ്യ എന്നുള്ളത്, പുവർ കൺട്രീസ്, പാവപ്പെട്ട രാജ്യങ്ങളിലെ ജനസംഖ്യ എന്നുള്ളത് ആരാണ് അവിടെ കൂടുതലുള്ളത്? പാവപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് മുദ്രകുത്തപ്പെട്ട ബ്രാൻഡ് ചെയ്യപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ അടക്കമുള്ള രാജ്യങ്ങളിൽ നമ്മൾ കാണാൻ പറ്റുന്നത് അവിടെ ആരാണ്? ജനസംഖ്യയിൽ കൂടുതലുള്ള ആരാണ്? ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ, യുവാക്കളും കുട്ടികളുമാണ്. യഥാർത്ഥത്തിൽ എക്കണോമിക്സ് പറയുന്നത് യുവാക്കളും കുട്ടികളുമാണ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ എന്താക്കുന്നത്? സമ്പന്നമാക്കുന്നത് എന്നാണ് പറയുന്നത്. എങ്കിലും പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ, ഇൻ പ്രൊഡക്ഷൻ ഇറ്റ് ഈസ് ഹിയർ in poor countries, if there are many children and young people in that countries, then that country cannot come up, that country cannot go high with their, or the country cannot enrich with the economics. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇൻട്രൊഡക്ഷൻ. മച്ച് ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ especially in poor countries is made up of children and young people. ഈ ലോകത്തിലെ പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ഈ പാവപ്പെട്ട രാജ്യങ്ങളിലെ ജനസംഖ്യ കൂടുതലുള്ള ആരെക്കൊണ്ടാണ്? കുട്ടികളെ കൊണ്ടും അതുപോലെ യുവാക്കളെ കൊണ്ടുമാണ്. ആൻഡ് ത്രൂ ഔട്ട് ദ വേൾഡ് ഫണ്ടമെന്റലിസ്റ്റ് റെസിസ്റ്റ് എഡ്യൂക്കേഷൻ ദാറ്റ് ഈസ് സയൻറ്റിഫിക്, സെക്യുലർ ആൻഡ് ഫ്രീയിങ് പീപ്പിൾ ഫ്രം ദ റിജിഡ് ക്ലച്ചസ് ഓഫ് റിലീജിയൻ. പക്ഷേ ഇവർ പറയുന്ന ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ആൻഡ് ത്രൂ ഔട്ട് ദ വേൾഡ്, പക്ഷേ ലോകത്തുടനീളം ഫണ്ടമെന്റലിസ്റ്റ്, ഈ മതമൗലികവാദികൾ, റെസിസ്റ്റ് എഡ്യൂക്കേഷൻ, ഈ വിദ്യാഭ്യാസത്തെ അവർ തടഞ്ഞു നിർത്തുന്നുണ്ട്. ദാറ്റ് ഈസ് സയൻറ്റിഫിക്, സെക്യുലർ ആൻഡ് ഫ്രീയിങ് പീപ്പിൾ. ഈ എഡ്യൂക്കേഷൻ എന്താണ്? ഈ വിദ്യാഭ്യാസം കിട്ടുമ്പോഴേ ആളുകൾക്ക് സയൻറ്റിഫിക്കലായിട്ട്, ശാസ്ത്രീയപരമായിട്ട്, മതേതരപരമായിട്ട്, ആൻഡ് ഫ്രീയിങ് പീപ്പിൾ ഫ്രം ദ റിജിഡ് ക്ലച്ചസ് ഓഫ് റിലീജിയൻ, മതത്തിൻ്റെ ആ പിടിയിൽ നിന്ന് ഇവരെ മോചിപ്പിക്കുന്നതിന് സത്യത്തിൽ എന്തിനു സാധ്യമാക്കും? വിദ്യാഭ്യാസത്തിന് സാധ്യമാകുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിനെ തടഞ്ഞു നിർത്തുന്നത് പലപ്പോഴും മതമൗലികവാദികളാണ്. യഥാർത്ഥത്തിൽ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, മതം ശരിക്കും വിദ്യാഭ്യാസത്തിനെതിരല്ല എന്നുള്ളതാണ്, അല്ലേ? മതം പഠിക്കാത്തവരാണ്, മതത്തിൻ്റെ പേരിൽ അനുയായികളായി നടക്കുന്ന ആളുകളാണ് സത്യത്തിൽ വിദ്യാഭ്യാസത്തെ തടഞ്ഞു നിർത്തുന്നത്. അങ്ങനെയല്ല. വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട മതമാണ്. ഇത് ഈ ഒരു ഭാഗം പഠിക്കുന്നത് ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകളെ കുറിച്ച് ആയതുകൊണ്ട് ഒന്നുകൂടി അതിലെ വ്യക്തത വരുത്താൻ വേണ്ടി പറയുന്നത്, ഇസ്ലാം ഏറ്റവും കൂടുതലും ഈ മതം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഒരു ഭാഗം എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസമാണ്. അപ്പോൾ അതിന് എന്ത് റിസ്ക് എടുത്തിട്ട് നിങ്ങൾ വിദ്യാഭ്യാസിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരിക്കൽ പ്രവാചകൻ്റെ അടുത്ത് ഒരു അനുയായി വന്നിട്ട് ചോദിക്കുന്നത്, ഒരു അനുയായിയോട് പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങളുടെ സമയം അടുത്തു കഴിഞ്ഞു, ഒരു ദിവസം കൂടി നിങ്ങൾക്ക് ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് ഈ അനുയായി ചോദിക്കുന്നുണ്ട്, ഇനി ഞാനെന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ പ്രവാചകൻ സാധാരണഗതിയിൽ നന്മ ചെയ്യുമ്പോൾ സ്വർഗത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം. അവിടെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും കൂടുതൽ പോയിട്ട് നിസ്കരിക്കണമെന്നോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പോയിട്ട് ഖുർആൻ ഓതണമെന്നോ അല്ല. പകരം പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വായിച്ച് പഠിക്കാൻ വേണ്ടി നോക്കണമെന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം ഇസ്ലാം എന്തിനു നൽകിയിട്ടുണ്ട്? വിദ്യാഭ്യാസത്തിന് നൽകിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇത് പഠിക്കാത്ത ആളുകളാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്? ഇസ്ലാമിനെ വക്രീകരിക്കപ്പെടുന്നത്, ആ ചിന്തകളെ ഇല്ലാതെയാക്കുന്നത് ഇത്തരം ഇസ്ലാമികപരമായിട്ടുള്ള നോളജ് വേണ്ടത്ര കിട്ടാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ താലിബാൻ്റെ മറ്റൊരു കാര്യം കൂടി പറയുമ്പോൾ, അന്ന് ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ താലിബാൻ്റെ കുറിച്ച് നമ്മൾ ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട്. താലിബാൻ യുവാൻ റിഡ്ലിയുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, പത്രപ്രവർത്തകയുടെ കാര്യം. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് പഠിക്കുക. എല്ലാത്തിനും മറ്റൊരു വർഷം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ സുന്നി ഇസ്ലാമിക് ഫണ്ടമെന്റൽസ് പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിട്ടാണ് താലിബാൻ അറിയപ്പെടുന്നത്.
ആൻഡ് അഫ്ഗാനിസ്ഥാൻ കറൻലി വർക്കിംഗ് വാർ വിത്ത് ദാറ്റ് കൺട്രി. ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ആ രാജ്യവുമായിട്ട് ആഭ്യന്തര യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് താലിബാൻ. ഇറ്റ് ഹാഡ് ഇറ്റ്സ് കൺട്രോൾ ഓവർ സർട്ടൺ ഏരിയാസ് ഓഫ് പാകിസ്ഥാൻ ആസ് വെൽ. അത് പാകിസ്ഥാനിൽ തന്നെ കുറച്ച് സ്വാധീനമുള്ള സംഘടനയാണ് താലിബാൻ. ബിക്കോസ് ഓഫ് ദ എക്സ്ട്രീംലി ഫണ്ടമെൻ്റലിസ്റ്റ് നേച്ചർ ഓഫ് ഓർഗനൈസേഷൻ. ഇതൊരു ഫണ്ടമെൻ്റലിസ്റ്റ് നേച്ചറാണ്. അതായത് നേരത്തെ പറഞ്ഞ മതമൗലികവാദം, മതത്തിൽ മാത്രം ഊന്നിക്കൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോഴും മതത്തിനെതിരായ പല പ്രവർത്തനങ്ങളുടെ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങളെ കൊടുക്കുന്നതിൽ അത് ഇല്ലാതെയാക്കുന്നതിൽ ഇവർ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത്. താലിബാൻ വാസ് എഗെയിൻസ്റ്റ് ദ എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഓഫ് ദ ചിൽഡ്രൻ. മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു അവരുടെ? എഡ്യൂക്കേഷൻ അഗെയിൻസ്റ്റ് ചിൽഡ്രൻ, എഡ്യൂക്കേഷൻ റൈറ്റ്സ് ഓഫ് ദ ചിൽഡ്രൻ, എഗെയിൻസ്റ്റ് ദ എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഓഫ് ദ ചിൽഡ്രൻ. കുട്ടികളുടെ അവകാശങ്ങൾക്ക്, കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കെതിരായും അവർ നിലകൊണ്ടുവന്നുള്ളതാണ്. ആൻഡ് ദ ബേസിക് റൈറ്റ്സ് ഓഫ് വിമൻ. പിന്നെയോ സ്ത്രീകളുടെ അവരുടെ അവകാശങ്ങൾക്ക് എതിരെയും അവർ നിലകൊണ്ടു. ഇൻ ദ സ്വാറ്റ് വാലി ഗേൾസ് വെർ ബാൻഡ് ഫ്രം അറ്റൻഡിങ് സ്കൂൾ. ഇവരുടെ പ്രശ്നം നടന്നിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ മലാല സ്വാറ്റ് വാലിയിലുണ്ടായിരുന്നു. അവിടെ സ്ത്രീ വിദ്യാഭ്യാസം, പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ഇവർ തടഞ്ഞിരുന്നു, ബാൻഡ് നിരോധിച്ചിരുന്നു. ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ്, മറ്റെന്തായിരുന്നു? കൾച്ചറൽ ആക്ടിവിറ്റീസ്, സാംസ്കാരിക പ്രവർത്തനങ്ങളായിട്ടുള്ള ഡാൻസിങ്, വാച്ചിങ് ടെലിവിഷൻ, അതും 2007 അവിടെ തടഞ്ഞുകൊണ്ടൊരു നിയമം അവർ പുറപ്പെടുവിച്ചു എന്നുള്ളതാണ് താലിബാൻ. സൂയിസൈഡ് അറ്റാക്സ് വർ വൈഡ് സ്പ്രെഡ്. എത്ര നോക്കും നിങ്ങൾ, ഇവിടെ മറ്റൊരു മതത്തിൻ്റെ ലംഘനമാണ് സൂയിസൈഡ് അറ്റാക്സ്. സ്വയം ചാവേറുകളായിക്കൊണ്ട്, സ്വയം മരിച്ചുകൊണ്ട് ഇത്തരം ആളുകളെ നശിപ്പിക്കുന്ന പ്രവർത്തനം അവരുണ്ടായിരുന്നു അവരുടെ താലിബാൻ്റെ ഭാഗത്ത്. ഇതൊക്കെ മതത്തിനെതിരെയാണ്. ആൻഡ് ദ ഗ്രൂപ്പ് മെയ്ഡ് ഇറ്റ്സ് ഒപ്പോസിഷൻ. Girls were banned from attending school, and cultural activities like dancing and watching television were prohibited in 2007. Suicide attacks were widespread, and the group made its opposition to a proper education for girls cornerstone of its terror campaign. പിന്നെ മറ്റെന്തായിരുന്നു? സൂയിസൈഡ് അറ്റാക്ക്, അവർ തന്നെ മരിച്ചുകൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന പ്രവണത. പിന്നെ ഗ്രൂപ്പ് its opposition to appear education for girls a cornerstone, and the group made its opposition. ഈ ഗ്രൂപ്പ് അവരുടെ ഒപ്പോസിഷനെ എന്താക്കി മാറ്റി? ടു എ പ്രോപ്പർ എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് എ കോർണർ ഓഫ് ഇറ്റ്സ് ടെറർ ക്യാമ്പയിൻ. അപ്പോൾ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നൽകുന്നതിനെതിരെയാണ് അവർ മറ്റൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആ കോർണർ സ്റ്റോൺ ഓഫ് ഇറ്റ്സ് ടെറർ ക്യാമ്പയിൻ, അവരുടെ ഈ ടെറർ ക്യാമ്പയിനിങ്, ഈ ഭീകരപ്രവർത്തനങ്ങളുടെ ക്യാമ്പയിനിങ്ങിലൊക്കെ അവർ പറഞ്ഞെന്താണ്? കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ബൈ ദ എൻഡ് ഓഫ് 2008 താലിബാൻ ഹാഡ് ഡിസ്ട്രോയിഡ് സം 400 സ്കൂൾസ്. പിന്നെ പറയുന്നത് 2007 നിയമം പാസ്സാക്കി 2008 കൂടി ഏകദേശം 400ഓളം സ്കൂളുകൾ അവർ നശിപ്പിച്ചു എന്നാണ്. ഇറ്റ് വാസ് ദെൻ മലാല സ്പോക്ക് അഗെയിൻസ്റ്റ് ദിസ് ഇൻഹ്യൂമൻ ലോസ് ത്രൂ വേരിയസ് മീഡിയ ദാറ്റ് ഷി ബിക്കെയിം എ സ്പെക്ക് ഇൻ ദ ഐസ് ഓഫ് ദ ഓർഗനൈസേഷൻ and it eventually led to the 2012 assassination incident. ഈ 2008 ഇങ്ങനെ നശിപ്പിക്കുന്നതോടുകൂടിയാണ് താലിബാൻ എന്താക്കിയത്? താലിബാനെ ലോകത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കേണ്ട ആവശ്യം മലാലക്കുണ്ടായത്. അങ്ങനെ താലിബാൻ 400 സ്കൂൾ നശിപ്പിച്ചു. അങ്ങനെ ഈ ഇൻഹ്യൂമൻ ആക്ടിവിറ്റിക്കെതിരെ, മനുഷ്യത്വമില്ലാത്ത ഈ പ്രവർത്തനത്തിനെതിരെ എന്ത് ചെയ്തു? ഇൻഹ്യൂമൻ ലോസ്, ഈ നിയമത്തിനെതിരെ ത്രൂ വേരിയസ് മീഡിയ അവരെന്ത് ചെയ്തു? മലാല സംസാരിച്ചു അഗെയിൻസ്റ്റ്, ഇതിനെതിരെ ത്രൂ വേരിയസ് മീഡിയ, ഒരുപാട് മാധ്യമങ്ങളിലൂടെ അവർ പ്രതികരിച്ചു. ദാറ്റ് ഷി ബിക്കെയിം എ സ്പെക്ക്, ഈ സംസാരിച്ചോടുകൂടി ആരായി മാറി? എ ബിക്കെയിം എ സ്പെക്ക് ഇൻ ദ ഐസ്, കണ്ണിലെ കരടായി മാറി. അവരുടെ കണ്ണിലെ കരടാണ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഈ സംഘടനയുടെ, താലിബാൻ എന്ന് പറയുന്ന സംഘടനയുടെ കണ്ണിലെ കരടായിട്ട് മലാല മാറി. ആൻഡ് ഇറ്റ് ഇവൻച്വലി ലെഡ് ടു ദ 2012 അസാസിനേഷൻ ഇൻസിഡൻറ്റ്. അതിനെ തുടർന്നാണ് 2012 അവർക്ക് നേരെ എന്തുണ്ടായത്? നേരത്തെ പറഞ്ഞ വെടിവെച്ച സംഭവം ഉണ്ടായത്, കൊലപാതക ശ്രമം നടന്നത്. മലാല യൂസുഫ്സായി is an inspirational story for those who fight against regressive outfits which brutally silences people with guns. തോക്കുകൊണ്ട് നിശബ്ദമാക്കാമെന്നുള്ള ആ ഒരു ചിന്തക്കെതിരെ, ആ ചിന്താഗതിക്കെതിരെ നിലകൊണ്ട മലാല മറ്റുള്ളവർക്ക് ആരായി മാറി? ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി, ഒരു പ്രചോദന കഥയായിട്ട് മലാലയുടെ ജീവിതം മാറി എന്നുള്ള. ഇതായിരുന്നു മാറിയത്. ഹു ഫൈറ്റ് അഗെയിൻസ്റ്റ് റെഗ്രസീവ് ഔട്ട്ഫിറ്റ്സ്, ഇത്തരം അക്രമവാസനയുള്ള ഈ സംഘടനകൾക്കെതിരെ അവർ പ്രതികരിച്ചു. വിച്ച് ബ്രൂട്ടലി സൈലൻസസ്, ഈ സംഘടനയുടെ പ്രത്യേകത എന്താണ്? അവർ
ബ്രൂട്ടലി സൈലൻസസ്, മൃഗീയമായിട്ട് അടിച്ചമർത്തുകയാണ്, നിശബ്ദമാക്കുകയാണ്. പീപ്പിൾ, ആളുകളെ, വിത്ത് ഗൺസ്, തോക്കുകൊണ്ട് നിശബ്ദമാക്കാമെന്നുള്ള അവരുടെ ചിന്താഗതിക്കെതിരെ മലാല നിലകൊണ്ടു എന്നുള്ള. പ്രസൻ്റ്ലി മലാല ഈസ് എ UN അംബാസഡർ ഓഫ് പീസ്. നേരത്തെ പറഞ്ഞതുപോലെ മലാല UN അംബാസഡറാണ് പീസിൻ്റെ, സമാധാനത്തിൻ്റെ. ആൻഡ് ആക്റ്റീവ് പ്രൊപ്പണൻ്റ് ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ്റെ വേണ്ടി നിലകൊണ്ട മറ്റൊരു വ്യക്തിത്വമാണ്. ആസ് എ ഫണ്ടമെൻ്റൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്. എന്താണ് ആസ് എ ഫണ്ടമെൻ്റൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്? ഫണ്ടമെൻ്റൽ, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്. ഇതിനു വേണ്ടി കിട്ടാൻ വേണ്ടി സോഷ്യൽ, സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള അവകാശങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി അവർ നിലകൊണ്ടുവന്നാണ്. ദ UN സ്പീച്ച് വാസ് ഗിവൺ ഇൻ ഓൺ ഹർ 16th ബർത്ത്ഡേ ഇൻ 2013. 2013 16-ാമത്തെ വയസ്സിലാണ് സ്പീച്ച് നടത്തുന്നത്, പ്രസംഗം നടത്തുന്നത്. 9 months ആഫ്റ്റർ ബീങ് ഷോട്ട് ബൈ ദ താലിബാൻ. താലിബാൻ്റെ വെടികൊണ്ട് 9 മാസത്തിന് ശേഷമാണ് ഈ പ്രസംഗം നടത്തുന്നത്. ഷീ അഡ്രസ്ഡ് ദ യുണൈറ്റഡ് നേഷൻസ് ആസ് പാർട്ട് ഓഫ് അവർ ക്യാമ്പയിൻ ടു എൻഷുർ ഫ്രീ കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ എവറി ചൈൽഡ്. ഓരോ കുട്ടിക്കും നിർബന്ധപൂർവമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് അവർ എവിടെ വെച്ച് വാദിച്ചു? UN നടത്തിയ പ്രസംഗത്തിൽ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അവർ അവിടെ അഡ്രസ്സ് ചെയ്തപ്പോൾ പറഞ്ഞു. ഇൻ ദ സ്പീച്ച് ഷീ ഹൈലൈറ്റഡ് her focus on education as well as women's rights and urged the world leaders to change their policies and resort to strict action against illiteracy, poverty and terrorism. ഇതിലവർ പറയുന്നത് എന്താണ്? ഹൈലൈറ്റഡ് ഫോക്കസ് ഓൺ എഡ്യൂക്കേഷൻ. ഈ സ്പീച്ചിൽ അവർ മറ്റൊരു കാര്യം പറഞ്ഞത്, എഡ്യൂക്കേഷൻ അവർ ഹൈലൈറ്റ് ചെയ്തു, അതിനെ അവർ ഉയർത്തി കാണിക്കുന്നുണ്ട്, അല്ലേ, അതിന് പ്രാധാന്യം നൽകുന്നുണ്ട്. ആസ് വെൽ ആസ് വിമൻസ് റൈറ്റ്, സ്ത്രീകളുടെ അവകാശങ്ങളെ പോലെ തന്നെ. ആൻഡ് ഏർജ്ഡ് ദ വേൾഡ് ലീഡേഴ്സ്, എന്നിട്ട് ലോക നേതാക്കളെ അവരെന്ത് ചെയ്യണം? പ്രേരിപ്പിക്കുകയാണ്. ടു ചേഞ്ച് ദർ പോളിസീസ്, അവരുടെ പോളിസികളെ, അവരുടെ നിയമങ്ങളെ, അവരുടെ തത്വസംഹിതകളെ മാറ്റാൻ വേണ്ടി. ആൻഡ് റിസോർട്ട് ടു സ്ട്രിക്റ്റ് ആക്ഷൻസ്, എന്നിട്ട് ശക്തമായ നടപടിയെടുക്കാൻ വേണ്ടി പറയുകയാണ്. എഗെയിൻസ്റ്റ് ഇല്ലിറ്ററസി, എന്തിനൊക്കെതിരെ? 3 കാര്യങ്ങൾക്കെതിരെയാണ് അവർ നടപടിയെടുക്കാൻ വേണ്ടി ലോക നേതാക്കളെ ആഹ്വാനം ചെയ്യുന്നത്. എന്തിനൊക്കെതിരെയാണ്? ഒന്ന് ഇല്ലിറ്ററസിയാണ്, നിരക്ഷരതയാണ്. കുട്ടികൾക്ക് ജ്ഞാനം കൊടുക്കാൻ പാടില്ല, കുട്ടികൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കരുത് എന്ന നയത്തിനെതിരെ ലോക നേതാക്കളോട് അവർ ആവശ്യപ്പെട്ടു, നിലകൊള്ളാൻ ആവശ്യപ്പെട്ടു. പോവർട്ടി, മറ്റൊന്ന് ദാരിദ്ര്യം തുടച്ചു നീക്കണം. ദാരിദ്ര്യം തുടച്ചു നീക്കിയ ഒരു സമൂഹത്തിൽ മാത്രമേ വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അവർ ലോക നേതാക്കളെ ധരിപ്പിച്ചു. മറ്റൊന്ന് ടെററിസമാണ്, അല്ലേ? ഇത് രണ്ടും ഉള്ള ഒരു സമൂഹത്തിലെ സ്വാഭാവികമായി നിലനിൽക്കും ടെററിസം നിലനിൽക്കും. അതായത് അജ്ഞത കൊണ്ടാണ് ടെററിസം നിലനിൽക്കുന്നത്, ദാരിദ്ര്യം കൊണ്ട് കൂടിയാണ് ടെററിസം നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ടെററിസത്തിലേക്ക് പോകുന്ന ആളുകൾ പകുതിയും അവർക്ക് സമ്പത്ത് നൽകിക്കൊണ്ട്, അവർക്ക് പണം നൽകിക്കൊണ്ട് സ്വാധീനിച്ചുകൊണ്ടാണ് പലരെയും ടെററിസത്തിലേക്ക് ആളുകൾ നയിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ 2 സംഗതികളും, അജ്ഞത കൊണ്ടും പോവർട്ടി കൊണ്ടാണ് ടെററിസം ഉണ്ടാകുന്നത്. ഇത് രണ്ടും ഇല്ലാതായി കഴിയുമ്പോൾ എന്തുവരും? ടെററിസം സ്വാഭാവികമായിട്ട് ഇല്ലാതെയാകും. അതുകൊണ്ട് ഇത് 3 സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി അവർ ലോക നേതാക്കളോട് ആഹ്വാനം ചെയ്തു. ജൂലൈ 12 വാസ് പ്രൊനൗൺസ്ഡ് ആസ് മലാല ഡേ. ജൂലൈ 12 മലാല ഡേ ആയിട്ട് ആചരിക്കുന്നത്. വൺ ഓഫ് ദ യങ് ലീഡേഴ്സ് ആക്ടിവിസം ടു എൻഷുർ എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ ഭാഗമായി ജൂലൈ 12 എന്തായി ആചരിക്കുന്നു? മലാല ഡേ ആയിട്ട് ആചരിക്കുന്നു. അപ്പോൾ ജൂലൈ 12 പ്രത്യേകത നോട്ട് ചെയ്ത് വെക്കുക. അവരുടെ ബർത്ത്ഡേ വരുന്ന 2013 ആണ്. അന്നാണ് അവർ UN സ്പീച്ച് നടത്തുന്നത്. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ, പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ എക്സാമിന് 1 വേർഡൊക്കെ വരുന്നിടത്ത് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ് ഹിയർ. നമുക്ക് ആ സ്പീച്ചിലേക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പോകാം. ഓക്കെ, സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക് മീ, and or you can just WhatsApp me personally. Anyway, let's wind up the class. Thanks for watching.